പെൺകുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി ത്രിപുർ മദനാക്ഷി മന്ത്രം ഉപയോഗിച്ച് ധാരാളം പെൺകുട്ടികളെ ആകർഷിക്കുക മാത്രമല്ല, പെൺകുട്ടികളെയും അതേപോലെ തന്നെ സ്ത്രീകളെയും ഒക്കെ തന്നെ ആകർഷിക്കാൻ വേണ്ടി മദനാക്ഷി വശീകരണ മന്ത്രം സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വളരെയധികം ആകർഷണത്തിനും കൂടുതൽ കാന്തിക ശക്തിക്കുമുള്ള ഒരു പൊതു വശീകരണ മന്ത്രം മാത്രമാണിത്. കൃത്യമായിട്ട് നിഷ്ഠയോട് കൂടിയിട്ട് പറയുന്ന സമയത്തിനും പറയുന്ന രീതിയിലും ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആരെയും നമുക്ക് വശീകരിച്ച് നമ്മളുടെ വശമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് പെൺകുട്ടികളെ ആകർഷിച്ചുകൊണ്ട് തന്നെ ത്രിപുർ മദനാക്ഷി മന്ത്രം ജപിച്ച് നമുക്ക് ഈ ഒരു സാത്വിക സിദ്ധി കൈവരിക്കാൻ കഴിയുമെങ്കിലും പെൺകുട്ടികളെ ആകർഷിക്കുക എന്നുള്ളതിലുപരി ഇതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് ഹിപ്നോട്ടിക് തന്ത്രമായിട്ടുള്ള അതിനോടടുത്തിട്ടുള്ള ഒരു ശക്തിയുള്ള ഒരു ദേവതയാണ് ത്രിപുർ മദനാക്ഷി എന്ന് പറയുന്നത്. അവളെ ആരാധിക്കുന്ന സാധകർക്ക് എന്ന് വെച്ചാൽ ഭക്തർക്ക് ഈ ഗുണങ്ങളെല്ലാം തന്നെ നൽകപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ മന്ത്രം വിധിയാവണ്ണം ചിട്ടയായിട്ട് പറയുന്ന രീതിക്ക് ജപിക്കുന്ന ആർക്കും തന്നെ ആ ഒരു സിദ്ധി കൃത്യമായിട്ടുള്ള രീതിയിൽ കൈവരിക്കാൻ സാധിക്കും. മാത്രമല്ല നമുക്ക് മറ്റാരെയും, നമുക്ക് പരിചയമില്ലാത്ത ആരെയും നമുക്ക് വശീകരിച്ച് നമ്മളുടെ വശമാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ മന്ത്രോച്ചാരണം നടത്തി വരുന്ന ഒരു സാധകന് വാസ്തവത്തിൽ ഹിപ്നോട്ടിക് ശക്തികളും അതേപോലെ തന്നെ മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള കഴിവും ലഭിക്കും ഈ ഒരു മന്ത്രോച്ചാരണത്തിലൂടെ. ദേവിയുടെ സാധകൻ എന്ന് പറയുന്ന ആരുമായിക്കോട്ടെ, അവരെ സ്ത്രീകളുടെ കൂട്ടത്തിൽ യാന്ത്രികമായിട്ട് വളരെയധികം പ്രശസ്തി ആർജിക്കുന്ന ഒരാളായിട്ട് മറിയുമെന്നുള്ളതാണ്. വശീകരണം എന്ന് പറയുന്നത് ഒരാളെ മന്ത്രവാദം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. അങ്ങനെ ചെയ്യുന്ന മന്ത്രവാദത്തിലൂടെ, അതായത് അതിൻ്റെ ഒരു ഫലം കാരണം ആ വ്യക്തി യാന്ത്രികമായിട്ട്, നമ്മൾ ആരെയാണോ ഈ ഒരു മന്ത്രോച്ചാരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്, ആ വ്യക്തി യാന്ത്രികമായിട്ട് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഒരു സ്വാധീനത്തിൽ ആവുകയും ആ സ്വാധീനത്തിന് വിധേയമാവുകയും ചെയ്യുമെന്നുള്ളതാണ്. കാരണം നിങ്ങൾ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് അയാൾക്ക് വേറെ വ്യതിചലിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതാണ് ഈ പറഞ്ഞ വശീകരണത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ. ഈ മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരാളുടെ വികാരങ്ങളെയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചിന്തകളെയും ഒക്കെ തന്നെ മനസ്സിനെയും ഒക്കെ തന്നെ നമുക്ക് അവരുടെ ശരീരത്തെ ബാധിക്കാതെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ്. അതിന് ഈ സിദ്ധി നേടണമെന്നുള്ളതാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്കിതിൻ്റെ മുഴുവൻ വശങ്ങളും അറിയുള്ളൂ. അപ്പോൾ ഈ ത്രിപുര മദനാക്ഷി വശീകരണ മന്ത്രം എന്ന് പറയുന്നത് ഇത് ഒരു കൂട്ടം സ്ത്രീ ജീവികളിൽ അല്ലെങ്കിൽ ഒരു കൂട്ടം സ്ത്രീകളിൽ ചെയ്യുന്ന, പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ശക്തിയുള്ള മന്ത്രോച്ചാരണമാണ് ഇതിനകത്ത് ഈ മന്ത്രത്തിന് വരുന്നത്. ഇപ്പോൾ ബീജമന്ത്രമായതുകൊണ്ട് തന്നെ ഇതിന് അതിൻ്റേതായിട്ടുള്ള ശക്തിയുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഓർക്കേണ്ടത് ത്രിപുര മദനാക്ഷി വശീകരണ മന്ത്രം എന്ന് പറയുന്നത് പെൺകുട്ടികളെയും അതേപോലെ തന്നെ പെൺകുട്ടികളെന്ന് മാത്രമല്ല സ്ത്രീകളെയും ഒക്കെ തന്നെ ആകർഷിക്കാൻ പുരുഷന്മാരെ സഹായിക്കുന്ന ഒരു ത്രിപുര മദനാക്ഷി മന്ത്രം മാത്രമാണ്. അത് വളരെയധികം നമുക്കിത് ജപിക്കുന്നതിലൂടെ വളരെയധികം നമ്മൾ ആകർഷണീയതയ്ക്കും അതേപോലെ തന്നെ കൂടുതൽ കാന്തികതയ്ക്കും ഒക്കെ തന്നെ നമ്മൾ പ്രാപ്തരാകുമെന്നുള്ളതാണ്. ഒരു പൊതുവായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ശക്തിയുള്ള ഒരു മന്ത്രമാണിത്. ഈ വശീകരണ മന്ത്രം എന്ന് പറയുന്നത് ഒരു സാമൂഹിക വലയം വികസിപ്പിക്കുകയും അതേപോലെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങളെല്ലാം തന്നെ ഈ ഒരു മന്ത്രോച്ചാരണത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. മാത്രമല്ല പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഇടയിൽ വളരെ മാന്യമായിട്ടുള്ള ഒരു വ്യക്തിത്വം നിങ്ങളിൽ കുറിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ, അതായത് നിങ്ങളെ സഹായിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. മാത്രമല്ല വശീകരൻ ഈ മന്ത്രം നല്ല ഉദ്ദേശങ്ങൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ എപ്പോഴും അഥർവം അല്ലെങ്കിൽ ഈ പറഞ്ഞ അഥർവ മന്ത്രങ്ങൾ ഉപയോഗിച്ചോട്ടെ, നല്ല മന്ത്രങ്ങൾ ഉപയോഗിച്ചോട്ടെ, പക്ഷേങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് നല്ലതിന് വേണ്ടി മാത്രമായിരിക്കണം. നമ്മൾ ചുമ്മാ കയറി വഴിയെ പോകുന്നവരെയൊക്കെ നമുക്ക് ആകർഷിച്ച് വലയത്തിലാക്കാൻ വേണ്ടിയിട്ട് തെറ്റായ രീതിയിൽ ഉപയോഗിക്കാനല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്നവരാരായാലും അത് നല്ലതിന് വേണ്ടി ഉപയോഗിച്ചാൽ കൂടുതൽ ഈ മന്ത്രോച്ചാരണത്തിലൂടെ കിട്ടുന്ന നിങ്ങളുടെ സിദ്ധി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മൂർച്ച കൂടുമെന്നുള്ളതാണ്. തെറ്റായിട്ട് നിങ്ങൾക്കൊരു സിദ്ധി, ഈ ഒരു സിദ്ധി കൈവന്നതിന് ശേഷം നിങ്ങൾ
തെറ്റായിട്ടത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ശക്തി കുറയും എന്നുള്ളതാണ്. അപ്പോൾ നേടിയെടുത്ത് നിങ്ങൾ കഷ്ടപ്പെട്ട് പറയുന്ന ഒരു ഉരുവിട്ടുകൊണ്ട് ഈ ഒരു സിദ്ധി നേടിയെടുത്തിട്ട് അവസാനം ഈ പറഞ്ഞ പോലെ തെറ്റായ രീതിയിലേക്ക് ഉപയോഗിച്ചിട്ട് അതിനൊരു ഫലമില്ലാതെ പോകുന്നൊരു ഘട്ടത്തിലേക്ക് പോകരുത്. അപ്പോൾ നല്ല ഉദ്ദേശത്തിൽ നല്ലതിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക. ഇനി പെൺകുട്ടികളെ ആകർഷിക്കാനായിട്ട് മാത്രമുള്ള ഈ ഒരു മന്ത്രം, ത്രിപുര മദനാക്ഷി മന്ത്രം എന്ന് പറയുന്ന ഈ മന്ത്രം എങ്ങനെ ജപിക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഈ മന്ത്രം ജപിക്കേണ്ടത് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഏതെങ്കിലും ഒരാഴ്ചയിലുള്ള ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ഇത് ജപിക്കാനുള്ള ഏറ്റവും നല്ല ദിവസം എന്ന് പറയുന്നത്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാത്രി വടക്കോട്ട് ദർശനമായിട്ടിരുന്നു കൊണ്ട്, ചമ്രം പടിഞ്ഞിരുന്നു കൊണ്ട്, വടക്കോട്ട് ദർശനമായിട്ടിരുന്നു കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ നീലയോ വെള്ളയോ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ഒന്നുകിൽ നീല അല്ലെങ്കിൽ വെള്ളയോ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വടക്കോട്ട് അഭിമുഖമായിട്ട് ഇരുന്നു കൊണ്ട് നമ്മൾ ശുദ്ധമായിട്ടുള്ള നെയ്യ് അത് ഒഴിച്ചുകൊണ്ട് നെയ്വിളക്ക് കത്തിച്ച് ആ വെളിച്ചത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആണ് നമ്മൾ ഈ മന്ത്രോച്ചാരണത്തിന് മുമ്പുള്ള ഒരു ഇരിപ്പ് എന്ന് പറയുന്നത്. ജപത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ ജപം എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്ര തവണ ജപിക്കണം എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ പറഞ്ഞ നെയ്വിളക്ക് കൊളുത്തി വെച്ചിട്ട് അതിലേക്ക് അഭിമുഖമായിരുന്നു ജപിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എണ്ണം തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിന് ജപമാല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏത് മാലയും ഉപയോഗിക്കാം. ഏതെങ്കിലും ഒരു മാലയുടെ മുത്തുകൾ എണ്ണിക്കൊണ്ട് ഉപയോഗിച്ച് മന്ത്രത്തിലെ ആ ഒരു ഉച്ചാരണം കൃത്യമായിട്ട് 21 ദിവസം ജപിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ എണ്ണം മന്ത്രോച്ചാരണം എത്ര തവണ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇരിക്കേണ്ട രീതികൾ ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ഈ 21 ദിവസം നമ്മൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ നെയ്വിളക്ക് കൊളുത്തി വെച്ചുകൊണ്ട് നമ്മൾ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെൺകുട്ടികളെയും എന്ന് വേണ്ട ഏത് സ്ത്രീകളെയും നിങ്ങൾക്ക് ആകർഷിക്കാൻ കഴിയുമെന്നുള്ളതാണ്. വശീകരണ മന്ത്രം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ആ രീതിയിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞാനൊന്ന് ചൊല്ലിത്തരാം. ക്ലീം ക്ലീം ശ്രീം ശ്രീം ഹ്രീം ഹ്രീം എൻ്റെ ദീപമായ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഭാഗത്ത്, അതായത് ഈ ക്ലീം ക്ലീം ശ്രീം ശ്രീം ഹ്രീം ഹ്രീം എന്ന് ജപിച്ചതിന് ശേഷം നിങ്ങൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത് അവരെ മനസ്സിൽ ചിന്തിക്കുകയും അവരുടെ പേര് പറയുകയും അതിനുശേഷം വീണ്ടും ക്ലീം ക്ലീം ശ്രീം ശ്രീം ഹ്രീം ഹ്രീം ത്രിപുർ മദനാക്ഷി മദീപ്സിതം യോഷിതം, അതേപോലെ തന്നെ ദേഹി വംശിതം കുരു സോഹ. ഇനിയിപ്പോൾ അത് കൃത്യമായിട്ട് ചൊല്ലണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കാണാതെ പഠിക്കേണ്ടിയിരിക്കുന്നു. ഈ മന്ത്രം സ്ക്രീനിൽ കാണുന്ന മന്ത്രം നിങ്ങൾ കാണാതെ പഠിച്ച് അത് കൃത്യമായിട്ട് ചൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചൊല്ലേണ്ട ഒരു സമയം എന്ന് പറയുന്നത് എത്ര എണ്ണം ഒരു ദിവസം വെച്ചിട്ട് ചൊല്ലണം എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ആ വെള്ളിയാഴ്ച രാത്രിയിലാണത് ചൊല്ലേണ്ടത്. മീൻസ് നമ്മൾ പറയുന്ന രാത്രി ഒരു 11 മണിക്ക് ശേഷമുള്ള സമയങ്ങളിൽ, 11 മണിക്ക് ശേഷമുള്ള രാത്രി 11 മണിക്ക് ശേഷമുള്ള ഏത് സമയത്തും നമുക്കത് ജപിക്കാവുന്നതാണ്. അപ്പം അങ്ങനെ എന്ന് പറയുമ്പോൾ 21 ദിവസം, ഒരു ദിവസം 108 തവണ വെച്ച് നമ്മൾ കൃത്യമായിട്ട് 21 ദിവസം നമ്മൾ ഈ മന്ത്രം കാണാതെ പഠിച്ച് നെയ്വിളക്ക് കൊളുത്തി വെച്ച് വടക്കോട്ട് അഭിമുഖമായി ചമ്മറം പടിഞ്ഞിരുന്ന് നമ്മൾ കൃത്യമായിട്ട് ജപിക്കണം എന്നുള്ളതാണ്. അപ്പോൾ മേൽ പറഞ്ഞ പോലെ നമ്മൾ മന്ത്രോച്ചാരണത്തിൻ്റെ ഇടയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുടെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതൊക്കെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ അത് പ്രകാരം കൃത്യമായിട്ട് ഈ വീഡിയോ നിങ്ങൾ കേട്ട് മുഴുവനായി കേൾക്കണം എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. മുഴുവനായി കേട്ട് അതിലുള്ള ഈ ഞാൻ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ 21 ദിവസം, ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച 108, അടുത്ത വെള്ളിയാഴ്ച 108, അങ്ങനെ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് വസ്ത്രം ധരിക്കേണ്ട നിറം വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ ആ നിറം വരെ നിങ്ങൾ ധരിച്ചുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ചൊല്ലുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ 21 ദിവസം, 21 വെള്ളിയാഴ്ച നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ ഒരു ദിവസം 108 വെച്ച്, വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഒരു ദിവസം 108 വെച്ച് 21 വെള്ളിയാഴ്ച നിങ്ങൾ 108 തവണ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഈ മണ്ണിൽ ഏത് പെണ്ണിനെയും വശീകരിക്കാൻ പറ്റും, നിങ്ങളുടെ അധീനതയിലാക്കാൻ പറ്റും. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു മന്ത്രമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ
തിന്മ ചെയ്യുമ്പോൾ നമ്മൾ ഏത് സിദ്ധി നേടിയെടുത്താലും അത് അതിൻ്റെ ഒരു ശക്തി കുറഞ്ഞു വരുമെന്നുള്ളതാണ്. അപ്പോൾ നല്ല കാര്യത്തിന് നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട് ഉപയോഗിക്കുക.